ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഇത് ചെയ്തപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയതാണ് കുറച്ച് ചീര നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് ഒന്ന് അരിഞ്ഞിട്ട് കറി വയ്ക്കാം. അപ്പോൾ ഇതാ ചീര ഞാൻ അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് വേണം നമ്മൾ അരിയാനായിട്ട്. അപ്പോൾ ഞാനത് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് കറി വയ്ക്കാനുള്ള എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ ചീരയിലിടാനുള്ള തേങ്ങ എടുത്ത് വെച്ചു. ഒരു മുഴുവൻ തേങ്ങയുടെ ചെറിയ തേങ്ങ മൊത്തം ചിരകിയിട്ടുണ്ട്. ഒരു ഫുൾ തേങ്ങ ചിരകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ നമ്മൾ ഉള്ളി, ചെറുള്ളിയും ചുവന്നുള്ളി, നമ്മൾ ചെറുള്ളി എന്നൊക്കെ പറയും, ചുവന്നുള്ളി, പിന്നെ അതാ വെളുത്തുള്ളി നമ്മൾ നന്നാക്കി വെച്ചു. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഉള്ളി അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ മുളക് പൊടി ഉപയോഗിക്കണില്ല. പകരം നമ്മൾ ഈ കാന്താരി മുളകുണ്ടല്ലോ, ഇതും ഉപ്പിലിട്ട് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ കാന്താരി മുളക് നമ്മളൊന്ന് ഉടച്ച് ജസ്റ്റ് ഇങ്ങനെ സ്പൂൺ വെച്ചൊന്ന് ആക്കിയാൽ മതി. അപ്പോൾ നമുക്കത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഹെൽത്തിയാണ്. നമ്മൾ മുളക് പൊടിയൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിടുന്ന മുളക് പൊടിയേക്കാളും കുറച്ചുകൂടിയൊക്കെ നല്ലതാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന സാധനമല്ലേ. അപ്പോൾ അതുകൊണ്ട് നാച്ചുറലാണത്, കുഴപ്പമൊന്നുമില്ല, അൺഹെൽത്തി ഒന്നുമില്ല. സോ ഇത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഗ്യാസിലോട്ട് നമുക്ക് കുക്ക് ചെയ്യാനുള്ള പാത്രം വയ്ക്കാം. ഓക്കെ, പാത്രം ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ഇതാ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നമുക്ക് ആവശ്യത്തിന് മതി കേട്ടോ. അപ്പോൾ ഇതാ എണ്ണ ചൂടായിട്ട് വരുന്നേ ഉള്ളൂ. എണ്ണ ഒന്ന് ചൂടാവട്ടെ, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി, ഒരുപാട് ചൂടാവണ്ട കേട്ടോ. ഓക്കെ, എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും ചെറുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഇതിനകത്തോട്ടേക്ക്. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി അതിനകത്തോട്ടേക്ക് ആഡ് ചെയ്യാണ്. ഓക്കെ, ഒരുപാടൊന്നും വേണ്ട, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതായതുകൊണ്ട് പെട്ടെന്ന് നല്ല കളറ് വരും. ഇത്രയും മതി. ഒരു സ്പൂൺ വേണ്ട, അര സ്പൂൺ മതി. സ്പൂൺ എന്ന് പറയുമ്പോൾ ചെറിയൊരു കൊച്ചു കുട്ടികൾക്കൊക്കെ നമ്മൾ പണ്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെറിയ സ്പൂണില്ലേ, അപ്പോൾ അതുപോലത്തെ ചെറിയൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ആ ഉള്ളി ഒന്ന് റോസ്റ്റായിട്ട് വരുന്ന പോലെ നമുക്ക് തോന്നി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന മുളകുണ്ടല്ലോ, ഈ മുളകുണ്ടല്ലോ, ഇത് നമുക്കൊന്ന് ഇതിനകത്തോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാണ് നമ്മൾ ആ മുളക് ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മുളകും കൂടി ആ മുളകിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടും മുളകിൽ നിന്ന് ആക്കുമ്പോൾ. ഞാൻ ഉള്ളിയും മുളകും ഒക്കെ അതിനകത്ത് കിടന്നൊന്ന് വഴരട്ടെ. വഴഞ്ഞ് വരുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കറിവേപ്പില അതിനകത്തോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇലക്കറിയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് കറിവേപ്പിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. എന്നാലും കുറച്ച് കറിവേപ്പില നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കറിവേപ്പില ഇടാം. ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഉള്ളി ഒന്ന് കുറച്ചും കൂടി ഒരു ഇതാവാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരല്പം സോൾട്ട് നമുക്ക് അതിനകത്തോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി പെട്ടെന്ന് വെന്ത് കിട്ടും. ഉപ്പ് ഇടുമ്പോഴേക്കും കുറച്ച് ചൂട് കൂടുതൽ ഇതാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഉള്ളി ഏകദേശം ഒന്ന് ഇതായി. ഇപ്പോൾ നമുക്കിനി കുറച്ച് തേങ്ങ കൂടി അതിനകത്തോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ തേങ്ങ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ആ തേങ്ങയൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഓക്കെ,
അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ ഏകദേശം നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു പച്ച മണവും പച്ച രുചിയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ഇതാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതാ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര ഉണ്ടല്ലോ, അത് നമുക്കിതിനകത്തോട്ടേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളിത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചീര ഇതിവിടെ ഏകദേശം ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. അപ്പം ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്ത് കറക്റ്റായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ഇതാവാൻ വേണ്ടിയിട്ട് നമ്മളതൊന്ന് മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഫൈനലി നമ്മുടെ ചീരക്കറി, ചീരത്തോരൻ, ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണല്ലോ പറയുന്നത്, ഉലർത്തിയത് നമുക്ക് ചീര, അപ്പം അത് എനിവേ നമ്മളിവിടെ ചീരക്കറി, ചീരത്തോരൻ എന്നൊക്കെ പറയും, ചീര ഉലർത്തിയതെന്നൊക്കെ പറയും. അപ്പം അത് എനിവേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് പതുക്കെ എനിവേ വെന്തതുകൊണ്ട് ചീര ഓൾറെഡി സെറ്റായി. ഇപ്പം നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അടിപൊളി, സൂപ്പർ.